ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ലോകത്തിന് വലിയൊരു നഷ്ടമാണ്. കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, കത്തോലിക്ക വിശ്വാസികൾക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ ഇത് വലിയ നഷ്ടമെന്ന് വേണം അതിനെ വിലയിരുത്താൻ. കാരണം ഇത്രത്തോളം സാധാരണ മനുഷ്യരുമായിട്ട് ഇടപഴകിയ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിച്ച, സഭയുടെ സൈദ്ധാന്തിക തലങ്ങൾക്ക്, സഭയുടെ പ്രബോധനങ്ങൾക്ക് അപ്പുറത്ത് ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരുടെ വേദനകളോട് സംവദിക്കാൻ ശ്രമിച്ച ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. ആ പേരിൽ തന്നെയുണ്ട് ഒരു പ്രത്യേകത. ഈ 2000 വർഷത്തിലധികമുള്ള ചരിത്രത്തിനിടയിൽ ഒരു മാർപ്പാപ്പയും ഇന്നുവരെ സ്വീകരിക്കാത്തൊരു പേരാണ് ഫ്രാൻസിസ് എന്നുള്ള പേര്. ഫ്രാൻസിസ് എന്ന് പറയുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധാരണ മനുഷ്യരുടെ ഏറ്റവും പാവപ്പെട്ട പുണ്യവാളൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ് ഫ്രാൻസിസ് അസീസി. എല്ലാത്തരം ദുരിതങ്ങളും എല്ലാത്തരം വേദനകളും ഏറ്റെടുത്ത് സാധാരണ മനുഷ്യർക്കൊപ്പം ജീവിതം ഒഴിഞ്ഞു വെച്ച ആ ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന വലിയ പുണ്യവാളന്റെ, സാധാരണ മനുഷ്യരുടെ പുണ്യവാളന്റെ ആ പേര് സ്വീകരിക്കുക വഴി തന്നെ തന്റെ പാത വ്യത്യസ്തമാണ്, തന്റെ വഴികൾ വ്യത്യസ്തമാണെന്നൊരു സന്ദേശം അദ്ദേഹം ലോകത്തിന് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും ഒടുവിൽ ഈ ഈസ്റ്റർ ദിനത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് നൽകിയ സന്ദേശം എന്തായിരുന്നു? ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. അതായത് മരണത്തിന് ഒരു ദിവസം മുമ്പ് മാത്രം നൽകിയ സന്ദേശത്തിൽ പോലും ഗാസയിലെ പാവപ്പെട്ട മനുഷ്യർ, അതായത് നിരപരാധികളായ, കൊന്നൊടുക്കപ്പെടുന്ന, പീഡനം വാങ്ങുന്ന കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ അടുത്ത സ്ത്രീകളെയും ഓർത്ത് എന്താ പറയാ വല്ലാതെ വേദനിക്കുന്ന ഒരു പാപ്പ. ആ പാപ്പ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആഹ്വാനമാണ് ഈസ്റ്റർ ദിനത്തിൽ നൽകിയത്. ആ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ആ സന്ദേശം നൽകിയത് ഒരു കർദിനാൾ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ ആ സന്ദേശം തന്നെയായിരുന്നു അതിലൂടെ ലോകത്തിന് വെളിപ്പെട്ടത്. വാസ്തവത്തിൽ നമുക്കറിയാം, അദ്ദേഹം സ്വർഗാനുരാഗികൾക്ക് വേണ്ടി സംസാരിച്ച ഒരാളാണ്. ചില എതിർപ്പ് ആ സമയത്ത് ഉണ്ടാകുകയും ചെയ്തു. കത്തോലിക്ക സഭ സ്വർഗാനുരാഗികളെ അവരെ മറ്റുള്ളവരെ മനുഷ്യരെ പോലെ തന്നെ കാണണം, അവർക്ക് ശ്ലൈഹികമായ കൗതാശികമായ എല്ലാ അവകാശങ്ങളും കൊടുക്കണം എന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാദം പല യാഥാസ്ഥിതിക കത്തോലിക്കരുടെയും അതുപോലെ തന്നെ സഭയിലെ തന്നെ വലിയ പ്രബല ആയ ഒരു വിഭാഗത്തിന്റെ നെറ്റിച്ചൊളിപ്പിച്ചു. പക്ഷെ എങ്കിലും ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കിയേ തീരൂ, ഇത് ആദ്യമായിട്ടാണ് സ്വർഗാനുരാഗികൾക്ക് വേണ്ടി ഒരു പാപ്പ സംസാരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ അദമ്യമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പലവട്ടം തന്റെ ആഗ്രഹം അദ്ദേഹം ഇവിടെ നിന്നുള്ള സന്ദർശകരോടെല്ലാം, ഇവിടുന്ന് പോയ കർദിനാളന്മാരോടും അതുപോലെ തന്നെ KCBC അധ്യക്ഷന്മാരോടൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ ദൗർഭാഗ്യവശാൽ ആ മോഹം അദ്ദേഹത്തിന് സഫലമാക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളും അദ്ദേഹത്തിന്റെ വരവിനെ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു, ഇന്ത്യയിലെ വിശ്വാസികളും. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ മോഹം നിറവേറിയില്ല, ഇന്ത്യയിലെ വിശ്വാസികളുടെ മോഹവും നിറവേറിയില്ല. അതിനു മുമ്പ് അദ്ദേഹം യാത്രയായി. ഒരു കാര്യം തീർച്ചയാണ്, സമീപകാലത്ത് ബെനഡിക്ട് 16 മാർപ്പാപ്പ വിരമിച്ച ഒഴിവിലേക്കാണ് 12 വർഷം മുമ്പ് അദ്ദേഹം മാർപ്പാപ്പ പദവിയിലേറ്റത്. അതായത് അർജന്റീനക്കാരനായ അദ്ദേഹം ബ്യൂണസ് ഐറിസിലെ മെത്രാനായിരുന്നു. ആ മെത്രാൻ പദവിയിൽ തന്നെ വളരെ ലാളിത്യം, അതായത് ഒരു ചെറിയ എന്താ പറയാ ഒറ്റമുറി വീട്ടിലൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും പൊതു യാത്രാ സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ നിലയ്ക്ക് എല്ലാം നോക്കുമ്പോൾ വളരെ വ്യത്യസ്തനായ, സാധാരണ മനുഷ്യരോട് സംവദിച്ച, അവരുടെ വേദനകളും വികാരങ്ങളും അവരുടെ എന്താ പറയാ സങ്കടങ്ങളെല്ലാം നെഞ്ചിലേറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ, എല്ലാ ദുഃഖങ്ങളും അറിയാം. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിന് വലിയൊരു നഷ്ടമാണ് ഫ്രാൻസിസ് മാപ്പ. സഭയുടെ തെറ്റുകൾക്ക് പലവട്ടം അദ്ദേഹം പൊതുസമൂഹത്തോട്, ലോകത്തോട് മാപ്പ് പറയുന്ന കാഴ്ചകളും കണ്ടു. സഭയുടെ പുരോഹിതന്മാരും സഭയുടെ മേലധ്യക്ഷന്മാരിൽ പലരും ചെയ്ത തെറ്റുകൾക്ക് ലോകത്തോട് പലവട്ടം മാപ്പ് പറയേണ്ട അവസ്ഥയും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുണ്ടായി. പക്ഷെ ആ മാപ്പ് പറയുമ്പോഴും അദ്ദേഹത്തിന് അതിലൊരു ജാള്യത ഉണ്ടായിരുന്നില്ല, കുറ്റബോധമില്ലായിരുന്നു. താനൊരു വലിയ ശരി ചെയ്യുന്നു എന്ന് മാത്രമാണ് ആ സമയത്തെല്ലാം അദ്ദേഹം ചിന്തിച്ചതും ലോകത്തോട് പറഞ്ഞതും. അത് ആ ഘട്ടങ്ങളിലും പലപ്പോഴും പലരുടെയും പുരുകം ചുളിയുന്ന കാഴ്ച കണ്ടു. പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അതല്ലാതെ മറ്റൊരാളാകാൻ കഴിയില്ലായിരുന്നു. കാരണം അടിസ്ഥാനപരമായി മാനവികതയ്ക്കും മനുഷ്യത്വത്തിനും നന്മയ്ക്കും ഒക്കെ മറ്റെന്തിനേക്കാൾ വില വാങ്ങി യാഥാസ്ഥിതിക ശാഠ്യങ്ങൾക്കും സഭയുടെ എന്താ പറയാ ആ മൂല്യങ്ങൾക്കും അപ്പുറത്ത് ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ട
മനുഷ്യർ മുഴുവൻ നന്നായി കണ്ട, സാധാരണ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച, അവരോടൊപ്പം താതാത്മ്യപ്പെടാൻ ആഗ്രഹിച്ച ഒരു വലിയ മനുഷ്യന്റെ വേർപാടാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം അദ്ദേഹം ഒരു യാഥാസ്ഥിതികനാണെന്ന് സ്വയം അവകാശപ്പെട്ടപ്പോഴും ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങൾക്കൊപ്പമാണ് നിലകൊണ്ടത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുള്ളിടത്തോളം കാലം, ലോകമുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ സ്മരണ വിശ്വാസികളുടെയും അതുപോലെ തന്നെ സഭ സ്നേഹിക്കുന്നവരുടെ എല്ലാം മനസ്സിൽ ദീപ്ത സ്മരണയായി, ഒരു പ്രകാശ ഗോപുരമായി, ഒരു വഴികാട്ടിയായി അദ്ദേഹം എന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.